പുണ്യാത്മാക്കളെ, വിചാരധാരയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ഹിന്ദുവിൻ്റെ ആചാരവും 3 തരം ഭസ്മം, ചന്ദനം, കുങ്കുമം, കുറി തൊടുന്നതിൻ്റെ തത്വവും പറയുന്നതാണ്. ഇവ പൂർവികന്മാർ ആചരിച്ചിരുന്നതും ജീവിത ഐശ്വര്യം നേടിയവരുമാണ്. ഇന്ന് ജനങ്ങൾ എന്തൊക്കെയോ ആരൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്ന് മാത്രം. ഏതായാലും ശ്രീ മൂകാംബിക ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്, ഷെയർ മറക്കാതെ ചെയ്യുക. വിഷയത്തിലേക്ക് വരാം. മനുഷ്യർ ആദ്യയാമം രാവിലെ 3 മണി 6 മണിയുടെ ഇടയിലുള്ള സരസ്വതി യാമം, അതിൽ എഴുന്നേൽക്കണം. ഇഷ്ട ദേവതാ മന്ത്രം ചൊല്ലി വലതുഭാഗത്ത് തിരിഞ്ഞ് എഴുന്നേൽക്കണം. ഇനി ഭൂമിയിലേക്ക് കാലുവെക്കാൻ പോവുകയാണ്. ഭൂമി മാതാവായിട്ടാണ് നാം കാണുന്നത്. അമ്മയെ ചവിട്ടാൻ പാടുള്ളതല്ല. പക്ഷേ ഇല്ലാത്തതിനാൽ നാം ഒരു ക്ഷമാപണം മാതാവിന് നടത്തിയേക്കാം. കിഴക്ക് നോക്കിയിരുന്ന് താഴെ കാണുന്ന മന്ത്രം ചൊല്ലാം. സമുദ്രവസനേ ദേവി പർവതസ്ഥന മണ്ഡലേ വിഷ്ണു പത്നീം നമസ്തുഭ്യം പാദസ്പർശം ശമസ്വമേ എന്ന് ചൊല്ലിയ ശേഷം പാദം ഭൂമിയിൽ വെച്ച് ഭൂമിയെ തൊട്ട് വന്ദിക്കണം. പിന്നീട് മാതാപിതാക്കളെയും പാദം തൊട്ട് വന്ദിക്കണം. പല്ല് തേച്ച് കുളി കഴിഞ്ഞാൽ ആദ്യം പുറം തോർത്തണം. പിന്നെ മുഖം, ശിരസ് എന്ന ക്രമത്തിലാവാം. മനുഷ്യബിംബത്തിൽ 2 ദേവി സാന്നിധ്യം ഉണ്ടത്രേ. ശ്രീ ലക്ഷ്മിയും ചേട്ട ഭഗവതിയും. ഇവർ സഹോദരിമാരാണെങ്കിലും ഒത്തുചേരാറില്ല. അത് കാരണം വ്യത്യസ്തമായ സംസ്കാരമാണ്. കലഹിക്കുന്ന കുടുംബങ്ങളിൽ, വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പരദൂഷണം, മദ്യപാനം, വ്യഭിചാരം, ചൂതുകളി, ദുസ്സംഗമുള്ള വീടും മനുഷ്യരിലും ചേട്ടാ ഭഗവതി സദാ വസിക്കുന്നു. എന്നാൽ വൃത്തിയുള്ള നാമജപമുള്ള
ധർമ്മപരിപാലനമുള്ള ഭവനങ്ങളിലും മനുഷ്യരിലും ശ്രീലക്ഷ്മി വസിക്കുന്നു. ഇത് പഴയ വിശ്വാസമാണ് എന്ന് പലരും ധരിക്കുന്നു. ദുഷ്ടശക്തികൾ എവിടെയും എന്തിനും എപ്പോഴും ആദ്യം സ്ഥാനം പിടിക്കണം എന്ന് മത്സരിക്കുന്നവരാണ്. അതുപോലെ ചേട്ടയും ആദ്യം സ്ഥാനം പിടിക്കും. അപ്പോൾ പുറം തോർത്തിയാൽ അവിടെ ഇരുന്നു കൊള്ളും. മുഖത്തിനാണല്ലോ ഐശ്വര്യവും എല്ലാം വേണ്ടത്. ശ്രീലക്ഷ്മി മുഖത്തിരുന്നോളും. എല്ലാവരും ഐശ്വര്യം നോക്കുന്നത് മുഖത്തിലാണ്. പിന്നീട് എല്ലാ കാര്യങ്ങളും വിജയപ്രദമായി നടന്നുകൊള്ളും. ശുദ്ധവസ്ത്രം ധരിച്ച് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി കുറച്ചു നേരം ഈശ്വരസ്മരണം ചെയ്യണം. സഹസ്രനാമം, മന്ത്രജപം, ധ്യാനം, പുരാണങ്ങൾ ഏതെങ്കിലും ഒന്ന് ദിവസവും ആചരിക്കണം. ഇപ്പോൾ ഈ പറഞ്ഞ സംസ്കാരങ്ങൾ ഹിന്ദുക്കളുടെ ഇടയിൽ നഷ്ടമായിപ്പോയി. അതിൻ്റേതായ ഭവിഷ്യത്തുകൾ അവർ അനുഭവിക്കുന്നുമുണ്ട്. അതിന് ശേഷം നിത്യകർമ്മത്തിലേക്ക് വരാം. പൂർവികന്മാർ ദിവസം 2, ആഴ്ച 2, മാസം 2, വർഷം 2 എന്നൊരു ആചാരം അനുഷ്ഠിച്ചിരുന്നു. രാവിലെയും വൈകുന്നേരവും കുളിക്കലാണ് ദിവസം 2. ചൊവ്വ, വെള്ളി സ്ത്രീകൾ, ബുധൻ, ശനി പുരുഷന്മാർ എണ്ണ തേച്ച് കുളിക്കലാണ് ആഴ്ച 2. ഗൃഹസ്ഥന്മാർ ശാരീരിക ബന്ധം പുലർത്തുന്നത് 15 ദിവസത്തിലൊരിക്കലാണ് മാസം 2. ആയുർവേദ വിധിപ്രകാരം മരുന്ന് സേവയ്ക്കായി കർക്കിടകം, കുംഭം മാസങ്ങളിൽ വയറ് ശോധന ചെയ്യുന്നതാണ് വർഷം 2. ഇതും കാലകർണപ്പെട്ടുപോയിരിക്കുന്നു. ഒഴുക്ക് വെള്ളത്തിൽ മുങ്ങിക്കുളി ഉത്തമം. തടാകത്തിൽ കുളി മധ്യമം. കോരിക്കുളി അധമം എന്ന് പറയുന്നു. ഈ കാലത്ത് കോരിക്കുളിയാണ് ഉത്തമം. എന്തെന്നാൽ ജലാശയങ്ങളെല്ലാം മലിനപ്പെട്ടിരിക്കുന്നു. രാവിലെ 3 മണിക്ക് 5 മണിക്കും ഇടയിൽ കുളിക്കുന്നത് ഋഷി സ്നാനം എന്ന് പറയുന്നു. അത് ഉത്തമം. 5നും 7നും ഇടയിൽ കുളിക്കുന്നത് മനുഷ്യസ്നാനം എന്ന് പറയും, മധ്യമം. അതിനുശേഷം കുളിക്കുന്നതൊക്കെ രാക്ഷസ സ്നാനം എന്ന് പറയും, അധമം എന്ന് പറയുന്നു. 3 തരം കുറിക്കൂട്ടുകളുണ്ട്: ഭസ്മം, ചന്ദനം, കുങ്കുമം. ഭസ്മം
പ്രഭാതത്തിൽ നനച്ച് തൊടണം. സായങ്കാലം നനയ്ക്കാതെ തൊടണം. ശൈവന്മാരാണ് ഭസ്മത്തിൻ്റെ അവകാശികൾ. വൈഷ്ണവർ ചന്ദനത്തിനും ശാക്തേയർ കുങ്കുമത്തിനും അവകാശികൾ. എന്നാൽ ഇവയെല്ലാം എല്ലാവർക്കും തൊടാം. പഞ്ചഭൂതത്താൽ ഭവിച്ചതും ശിവ സാന്നിധ്യം കൊണ്ട് നിലനിൽക്കുന്നതുമായ ഈ ശരീരം ഭസ്മം തൊട്ടാൽ ശുദ്ധമായി എന്നൊരു വിശ്വാസമുണ്ട്. ഈ ശരീരത്തിന് വിലയേറിയ ഭക്ഷണങ്ങൾ കൊടുത്തും കൊഴുപ്പിച്ചും കിണ്ടലുണ്ടെങ്കിലും അതിലെ ശിവം പോയാൽ ശവമായി. വിറക് പോലെ സൂക്ഷിക്കാനും പറ്റില്ല. ചിതയിൽ വെച്ച് ഭസ്മീകരിച്ചാലോ കിട്ടുന്നത് ഗ്രാമുകൾ മാത്രം. ഈ പൊണ്ണത്തടിയെ എത്രയോ പേർ വാഴ്ത്തിയും സ്ഥാനമാനങ്ങൾ അവാർഡുകൾ നേടിയും വിലമതിപ്പുള്ള വസ്ത്രങ്ങൾ അലങ്കരിച്ചും ചിന്തിച്ചു നോക്കൂ. അവസാനം ഒരു പിടി ഭസ്മം മാത്രം. ഈ ശരീരം ഒരു ദിവസം ഭസ്മമാകുന്നതാണെന്ന് ഓർമ്മിക്കാൻ വേണ്ടിയാണ് ഭസ്മധാരണം എന്ന് പറയുന്നു. നമ്മുടെ ശരീരത്തെ കഴുകന്മാരും കുറുക്കന്മാരും പിശാചുകളും ഭക്ഷണമായി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ ശിവ സാന്നിധ്യം ഉള്ളതിനാൽ ആർക്കും തൊടാൻ സാധിക്കുന്നില്ല. ഒരു ദിവസം പ്രാരബ്ധം അവസാനിക്കുമ്പോൾ ശിവം ജീർണിച്ച ശരീരത്തെ ഉപേക്ഷിക്കും. അതോടെ ദുർഗന്ധം വമിക്കാൻ തുടങ്ങും. ശവത്തെ ചിതയിൽ വെച്ചാൽ ദുർഗന്ധം വ്യാപിക്കാതിരിക്കാൻ വേണ്ടി ചന്ദനം അകിൽ പോലുള്ള വിറക് മുട്ടികളിലാണ് ദഹിപ്പിക്കുന്നത്. ഈ ഗ്രഹത്തിനുള്ളിൽ അനവധി കാലം ശിവ സാന്നിധ്യം ഉണ്ടായിരുന്ന വിഗ്രഹം ആയതിനാൽ ശിവം പിരിഞ്ഞാലും ആ മഹാചൈതന്യത്തിൻ്റെ ബഹുമാന സൂചകമായി വിലപിടിപ്പുകളുള്ള വിറകുകൾ വെച്ചാണ് ദഹിപ്പിക്കുന്നത്. എത്ര മകസ്ഥാനങ്ങൾ വഹിച്ചിരുന്നാലും ശിവം പോയാൽ പിന്നെ ചന്ദനമുട്ടിയിൽ വെക്കേണ്ടതാണെന്ന ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ചന്ദനം തൊടുന്നതെന്ന് പറയുന്നു. 72,000 നാഡിഞരമ്പുകൾ സംഗമിക്കുന്ന മർമ്മസ്ഥലമാണ് ഭ്രൂമധ്യം. അവിടെ അനാവശ്യമായ ഒന്നും ഒട്ടിക്കരുത്. ചന്ദനം മാത്രമേ തൊടാവൂ. കെമിക്കൽ കലർന്ന കളഭം പോലും തൊടരുത്. ചന്ദനമുട്ടിയിൽ വെച്ച ശവത്തെ അഗ്നി ഭസ്മീകരിച്ച് ശുദ്ധമാക്കി. ബ്രഹ്മാവിൻ്റെ ഭ്രൂമധ്യത്തിൽ ക്രോധത്താൽ പിറന്നവനാണ് രുദ്രൻ. മുക്കണ്ണിലെ അഗ്നി ജ്ഞാനാഗ്നിയാണ്. ജ്ഞാനമാണ്
സംസാരമാകുന്ന സാഗരത്തിൽ മൃതിയിൽ നിന്നും ജീവന്മാരെ മുക്തനാക്കുന്നത്. ശുദ്ധീകരിക്കുന്ന അഗ്നിയുടെ നിറം ചുവപ്പായതിനാലാണ് ഭ്രൂമധ്യത്തിൽ സിന്ദൂരം തൊടുന്നത്. സീമന്തരേഖയിൽ സ്ത്രീകൾ സിന്ദൂരം തൊടുന്നത് ഞാൻ സുമംഗലിയാണ് ഇനി എന്നെ ആരും മോഹിക്കരുത് എന്നുള്ള മുന്നറിയിപ്പാണ്. പക്ഷേ ഇപ്പോൾ ആ ധർമ്മമെല്ലാം പട്ടം പോലെ പറന്നുപോയി. ഹരി ഓം.